ബാങ്കുകളിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസും ബാങ്ക് അധികൃതരുമായി യോഗം നടന്നു. സൈബർ തട്ടിപ്പുകൾ തടയാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബാങ്ക് പോലീസ് ഏകോപന സമിതി രൂപീകരിച്ചു. മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്താൻ പോലീസിനെ ബാങ്കുകൾ സഹായിക്കും. എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് വലിയ തട്ടിപ്പ് നടക്കുന്നതെന്ന് യോഗത്തിനു ശേഷം DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. 78 കോടി രൂപയുടെ തട്ടിപ്പ് തടയാൻ സാധിച്ചു. 5 കോടി രൂപ വീണ്ടെടുത്ത് പരാതിക്കാർക്ക് നൽകാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവരണവുമായി MS വീണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വീണ, ഇപ്പോൾ നിർണായകമായൊരു സമിതി രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ബാങ്കുകളിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസും ബാങ്ക് അധികൃതരുമായി യോഗം നടന്നിരിക്കുന്നു. അതിന്റെ ഫലമായി സൈബർ തട്ടിപ്പുകൾ തടയാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബാങ്ക് പോലീസ് ഏകോപന സമിതി രൂപീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിലൊരു ബാങ്ക് തട്ടിപ്പുകൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു ബാങ്കിന്റെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ വീണ. അമൽ, തീർച്ചയായും ഈ സൈബർ കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾ അടക്കം കഴിഞ്ഞ ഏതാനും നാളുകളായി സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, ഈ പ്രതികളെയൊക്കെ ഇതര സംസ്ഥാനങ്ങളിൽ പോയി പിടികൂടേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഈ ശ്രീകാര്യത്തെ കോൾ സെന്ററുമായി നടന്ന സാമ്പത്തിക തട്ടിപ്പ് അത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു കേരളക്കര കേട്ടതെന്നുള്ളതാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം 10 പ്രതികളെ ഇതിനോടകം തന്നെ പിടികൂടി. ഈ ഒരു സാഹചര്യത്തിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതും അത് വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോലീസ് ബാങ്ക് ഏകോപന സമിതിയെ രൂപീകരിച്ചത്. ഇന്ന് പോലീസ് ആസ്ഥാനത്ത് വെച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് ബാങ്ക് അധികൃതരുടെയും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്ന് ഇത് തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ എങ്ങനെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്താം, കുറ്റവാളികളിലേക്ക് പെട്ടെന്ന് എങ്ങനെ എത്താൻ സാധിക്കും എന്നുള്ള തരത്തിലേക്കാണ് ഈ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 വരെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും മുഖ്യപ്രതിയെ പിടികൂടാനുണ്ട്. വൈകാതെ ആ പ്രതിയെ കണ്ടെത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. 78 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് അതിലേക്കാണ് ഈ പ്രതികൾ ലക്ഷ്യം വെച്ചതെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തടയാൻ സാധിച്ചു. 5 കോടിയോളം രൂപ അത് പരാതിക്കാർക്ക് തന്നെ വീണ്ടെടുത്ത് കൊടുക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അമൽ, വ്യക്തമാണ്. ബാങ്കുകളിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസും ബാങ്ക് അധികൃതരുമായുള്ള യോഗം നടന്നു. സൈബർ തട്ടിപ്പുകൾ തടയാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബാങ്ക് പോലീസ് ഏകോപന സമിതിയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. DGP റവാഡ ചന്ദ്രശേഖരന്റെ വാക്കുകളിലേക്ക്. A large number of cyber crimes are taking place, including the digital arrest. അതിനെ തടയാൻ വേണ്ടതും അതിനെ ആവശ്യമുള്ള രീതിയിലുള്ള വിക്ടിം സെൻട്രിക് അപ്രോച്ച് ആയിട്ട് ഇത് ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ യോഗം വിളിച്ചതാണ്. They are now able to, they said that they have prevented these mule accounts opening to a great extent. Both SBI, Federal Bank and Axis Bank also told us that അവരുടെ പ്രൊസീജിയേഴ്സിൽ മാറ്റം വെച്ചത് കൊണ്ട് മ്യൂൽ അക്കൗണ്ട്സ് കുറഞ്ഞിട്ടെന്ന് പറഞ്ഞത്. മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്താൻ പോലീസിനെ ബാങ്കുകൾ സഹായിക്കും. എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് വലിയ തട്ടിപ്പ് നടക്കുന്നതെന്ന് യോഗത്തിന് ശേഷവും DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. 78 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇതുവരെ തടയാൻ സാധിച്ചത്. 5 കോടി രൂപ വീണ്ടെടുത്ത് പരാതിക്കാർക്ക് നൽകാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MS വീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.